11 or 12 ബ്രേക്ക്ഫാസ്റ്റ്, 4 PM ലഞ്ച്, ഇതിൻ്റെ ഇടയ്ക്ക് കഫൈൻസ് കഴിക്കുക, ബർഗേഴ്സ് കഴിക്കുക, ദെൻ ലേറ്റ് നൈറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും മെയിനായി നമ്മൾ കാണപ്പെടുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒബേസിറ്റി. ഇതിന്റെ കൂടെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ബെൽച്ചിങ് ഉണ്ടാവുക, ഇംപ്രോപ്പർ സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മൾ വളരെ ടയേർഡായിട്ട് സ്ലീപ്പ് ആവുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. നിങ്ങളുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് എനർജി വരാത്തത് കൊണ്ട് പല വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൂഡ് സ്വിങ്ങിലോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു പ്രോപ്പറായി ഡിസിഷൻ മേക്കിംഗ് പറ്റുന്നില്ല. നമുക്കൊന്നിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ ടേക്കിംഗ് കപ്പാസിറ്റി ഇല്ലാണ്ടാവുന്നു. എനർജി ലോസ്, ഇൻഡൈജഷൻ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ പല കാര്യങ്ങളും കാണപ്പെടുന്നു. ഇത് മാറ്റുന്നതിന് വേണ്ടി കറക്റ്റ് റെഗുലർ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ശീലിക്കുക. മെയിൻ ആയിട്ട് സ്പൈസി ജങ്ക് ഫുഡ്സ് കുറയ്ക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കഫൈൻസ് ആൻഡ് ബേക്ക്ഡ് ഫുഡ്സ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ബാക്കിയുള്ള റെഗുലർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഡയറ്റ് ബാലൻസിൽ കൊണ്ടുവരിക, നിങ്ങളുടെ റുട്ടീൻസ് ബാലൻസിൽ കൊണ്ടുവരിക. ഇത് തന്നെ നിങ്ങൾ റെഗുലറായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയും മൈൻഡും നിങ്ങളുടെ കൺട്രോളിലായി വരും.